ഇപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ കുറിച്ചൊരു പുതിയ റൂമർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. ആ റൂമർ എന്താണെന്ന് അറിയാമോ? എലിസബത്ത് ഓൾസൺ, അതായത് നമ്മുടെ സ്കാർലറ്റ് വിച്ച് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതുവരെ മാർവൽ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരുന്ന കാസ്റ്റ് അനൗൺസ്മെന്റിൽ എലിസബത്ത് ഓൾസന്റെ പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാണ്ട ഈ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ട്വിറ്റർ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലും റെഡിറ്റുകളിലും പുതിയൊരു തിയറിയും റൂമറും പ്രചരിക്കുന്നുണ്ട്. അതനുസരിച്ച് എലിസബത്ത് ഓൾസൺ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഒരു കഥാപാത്രമായി മാത്രമല്ല, ഒന്നിൽ കൂടുതൽ വേരിയന്റായി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ചിലർ പറയുന്നത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൂമർ എന്താണെന്ന് പറഞ്ഞാൽ, എലിസബത്ത് ഓൾസൺ സ്കാർലറ്റ് വിച്ചായിട്ട് അല്ലാതെ ഡോക്ടർ ഡൂമിന്റെ ഒരു ഫീമെയിൽ വേരിയന്റ് ആയിട്ട് പോലും സിനിമയിൽ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള ചില ഫാൻ തിയറീസ് പറയുന്നുണ്ട്. സത്യമായി പറഞ്ഞാൽ ഈ ഒരു തിയറി കേൾക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണെങ്കിലും ഇത് സാധ്യമാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്നാമതായി എലിസബത്ത് ഓൾസൺ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന കാര്യം പോലും ഇതുവരെ ഒഫീഷ്യലി കൺഫേം ആയിട്ടില്ല. രണ്ടാമതായി ഡോക്ടർ സ്ട്രേഞ്ച് എന്ന മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വാണ്ട മരിച്ചതായിട്ടാണ് നമ്മൾ കണ്ടത്. അതേ വാണ്ട യഥാർത്ഥത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്നും ആരാധകർക്കിടയിൽ ചർച്ച നീണ്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് സ്കാർലറ്റ് വിച്ച് തിരിച്ചു വരാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എലിസബത്ത് ഓൾസൺ ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലാണ്. അതുകൊണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേ പോലുള്ള വലിയൊരു സിനിമയിൽ പ്രത്യേകിച്ച് ഒരു മേജർ വില്ലൻ വേരിയന്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഒഫീഷ്യൽ ചെയർ അനൗൺസ്മെന്റിൽ ഇല്ലാത്ത നിരവധി ആക്ടേഴ്സ് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. കാരണം മാർവൽ എപ്പോഴും അവരുടെ ഏറ്റവും വലിയ സർപ്രൈസസ് അവസാന നിമിഷം വരെ മറച്ചു വയ്ക്കാറുണ്ട്. അതുകൊണ്ട് എലിസബത്ത് ഓൾസൺ തിരിച്ചു വരുമോ, സ്കാർലറ്റ് വിച്ചായിട്ട് വരുമോ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് വേരിയന്റ് ആയിട്ടായിരിക്കുമോ വരുന്നത്? അതൊക്കെ സിനിമ റിലീസായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഉറപ്പായി അറിയാൻ കഴിയൂ. പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ എലിസബത്ത് ഓൾസൺ തിരിച്ചു വരുമോ? എന്നാൽ സ്കാർലറ്റ് വിച്ചായിട്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേരിയന്റ് ആയിട്ടായിരിക്കുമോ?